വായിക്കാം. 2 രാജാക്കന്മാരുടെ പുസ്തകം 14-ാമത്തെ അധ്യായം 25-ാമത്തെ വാക്യം. ഗത്ഹേഫർക്കാരനായ അമിത്ഥായിയുടെ മകനായ യോനാ പ്രവാചകൻ എന്ന തന്റെ ദാസൻ മുഖാന്തരം ഇസ്രായേലിന്റെ ദൈവമായ യഹോവ അരുളിച്ചെയ്ത വചനപ്രകാരം അവൻ ഹമാത്തിന്റെ അതിർത്തി മുതൽ അരാബയിലെ കടൽ വരെ ഇസ്രായേലിന്റെ ദേശത്തെ വീണ്ടും സ്വാധീനം ആക്കി. യോനാ പറഞ്ഞ വാക്കനുസരിച്ചുകൊണ്ട് ദൈവം അന്ന് ചെയ്യുവാനിടയായി. യോനയെക്കുറിച്ച് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. നിങ്ങളത് ശ്രദ്ധിക്കുക. എന്താണ്? അമിത്ഥായിയുടെ മകനായ, അതിനുശേഷം യോനാ പ്രവാചകൻ എന്ന തന്റെ ദാസൻ മുഖാന്തിരം. ശരി, യോനാ പ്രവാചകൻ എന്ന തന്റെ ദാസൻ. എന്താണ് ഇവിടെ എഴുതിയിരിക്കുന്നത്? യോനാ പ്രവാചകൻ എന്ന തന്റെ ദാസൻ എന്നാണ്. ഒന്നാമതായിട്ട് അവനൊരു ദാസനാണ്. അതിനുശേഷമാണ് ദൈവം അവനെ പ്രവാചകനാക്കി ഉയർത്തിയത്. ദാസൻ. ഇംഗ്ലീഷിൽ ഈ വാക്ക് എങ്ങനെയാണ് പറയുന്നത്? സെർവന്റ്. മലയാളത്തിൽ അതിനെക്കുറിച്ച് പറഞ്ഞാൽ എന്താണ്? നിങ്ങളുടെ വീട്ടിൽ സെർവന്റ് വരാറുണ്ടോ? ഉണ്ടോ? സെർവന്റിനെ കാണുമ്പോൾ എൻ്റെ വീട്ടിലേക്ക് ദാസൻ വന്നു എന്ന് പറയുമോ? അങ്ങനെ പറയുമോ? വീട്ടിൽ വരുന്ന ആ സെർവന്റിനെ എന്താണ് നിങ്ങൾ വിളിക്കുന്നത്? വേലക്കാരൻ. എന്താണ്? വേലക്കാരൻ. വേലക്കാരൻ എന്ന് പറയുമ്പോൾ കഠിന വേല ചെയ്യുന്നവൻ. വേലക്കാരൻ എന്ന് പറയുമ്പോൾ കഷ്ടപ്പെടുന്നവൻ. താൻ അധ്വാനിച്ച് മറ്റുള്ള ആളുകൾക്ക് സഹായകരമായി ജീവിക്കുന്നവൻ. വേലക്കാരൻ എന്ന് പറയുമ്പോൾ താഴ്മയുള്ളവൻ, എളിമയുള്ളവൻ, തന്നെ ഏൽപ്പിച്ച പണി വിശ്വസ്തയോടെ ചെയ്യുന്നവൻ, മറ്റുള്ളവർക്ക് വേണ്ടി അധ്വാനിക്കുന്നവൻ, മറ്റുള്ളവർക്ക് വേണ്ടി വിയർപ്പൊഴുക്കുന്നവൻ, മറ്റുള്ളവർക്ക് വേണ്ടി ജോലി ചെയ്ത് ജീവിക്കുന്നവൻ. എന്നാൽ ഇവിടെ ശ്രദ്ധിക്കുക, പ്രവാചകൻ എന്ന് പറയുമ്പോൾ വലിയ ഒരു സ്ഥാനമാണ്. പ്രവാചകൻ എന്ന് പറയുമ്പോൾ ദൈവത്തിനും മനുഷ്യനും ഇടയിൽ പ്രവർത്തിക്കുന്നവൻ ആണ്. അവർ ദൈവത്തിന്റെ പക്ഷത്ത് നിന്ന്, അത് അധികാരിയായിക്കൊള്ളട്ടെ, രാജാവായിക്കൊള്ളട്ടെ, എത്ര വലിയ സ്ഥാനത്തിരിക്കുന്ന വ്യക്തിയായിക്കൊള്ളട്ടെ, അവരോട് ദൈവത്തിന്റെ പക്ഷത്ത് നിന്ന് സംസാരിക്കുന്നവനാണ്. ദൈവത്തിന്റെ പക്ഷത്ത് നിന്നുകൊണ്ട് സംസാരിക്കുന്നതായ ദൈവത്തിന്റെ വചനം, ദൈവത്തിന്റെ അരുളപ്പാടുകൾ ഏതു വ്യക്തിയോടും അറിയിക്കുവാൻ കഴിയുന്നതായ ഉന്നത സ്ഥാനമുള്ളവൻ. യോനയ്ക്ക് അത് ലഭിക്കുന്നതിന് മുൻപ്, ആ സ്ഥാനക്കയറ്റം ലഭിക്കുന്നതിന് മുൻപ് അവൻ ആരായിരുന്നു? ഒരു ദാസനായിരുന്നു. ഇന്ന് ദൈവം നമുക്ക് ഉന്നതമായ സ്ഥാനത്തെ, ഉന്നതമായ അധികാരത്തെ, നന്മയെ എല്ലാം നൽകണമെന്ന് ഒരുപാട് പേർ ആഗ്രഹിക്കുന്നു എന്നത് സത്യമാണ്. ദൈവം എന്നെ അനുഗ്രഹിക്കണം, ഇപ്പോഴുള്ള സ്ഥാനത്ത് നിന്നും ഉന്നതമായ സ്ഥാനത്തേക്ക് എന്നെ കൊണ്ടുപോകണം, ഇപ്പോഴുള്ള അവസ്ഥയിൽ നിന്നും ശ്രേഷ്ഠമായ അവസ്ഥയിലേക്ക് കൊണ്ടുപോകണം, ഇപ്പോഴുണ്ടായിരിക്കുന്ന പോസ്റ്റിൽ നിന്നും ഉന്നതമായ പോസ്റ്റിലേക്ക് കൊണ്ടുപോകണം. അത് നിന്റെ ശുശ്രൂഷയുടെ കാര്യമാകട്ടെ, ജോലിയുടെ കാര്യമാകട്ടെ, അല്ലെങ്കിൽ നിന്റെ ബിസിനസ്സിന്റെ കാര്യമാകട്ടെ, ഏതു തന്നെയായാലും ഇന്നുണ്ടായിരിക്കുന്ന അവസ്ഥയിൽ നിന്നും ഉയർന്ന നിലവാരത്തിലേക്ക് കടന്നു പോകണം, ഉന്നതമായ സ്ഥാനത്തേക്ക് പോകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നവരാണോ? എങ്കിൽ കേൾക്കൂ. എങ്കിൽ ആദ്യം നിങ്ങളിൽ ഉണ്ടായിരിക്കേണ്ടത് ഒരു ദാസന്റെ സ്വഭാവമാണ്. നിന്നിൽ താഴ്മയും സൗമ്യതയും ഇല്ലായിരിക്കുന്നുവെങ്കിൽ, അധ്വാനിക്കുന്നതായ ശീലം നിന്നിൽ ദൈവത്തിന് കാണുവാൻ കഴിയാതിരിക്കുകയാണെങ്കിൽ, ആരെങ്കിലും എന്തെങ്കിലും പറയുകയാണെങ്കിൽ അവരോട് താഴ്മയോടെ സംസാരിക്കാതെ എളിമയോടെ നീ സംസാരിക്കുന്നില്ല എങ്കിൽ, ഒന്നാമത് ദൈവത്തിന്റെ അനുഗ്രഹം നിന്റെ ഉള്ളിലേക്ക് കടന്നു വരണമെങ്കിൽ ഒരു ദാസന്റെ സ്വഭാവം നിന്നിലുണ്ടാകണം. എലീശയെ പ്രവാചകനാക്കി തിരഞ്ഞെടുക്കുവാൻ ഏലിയാവിനോട് ദൈവം അരുളി ചെയ്തു. ഏലിയാവ് ചെന്നിട്ട് എലീശയെ അഭിഷേകം ചെയ്തു. എന്തിനു വേണ്ടിയാണ് അഭിഷേകം ചെയ്തത്? ഏലിയാവിന്റെ ശേഷം പ്രവാചകനായിരിക്കുവാൻ എലീശയെ അഭിഷേകം ചെയ്തു. ഉടനെ തന്നെ എലീശ പ്രവാചകന്റെ വസ്ത്രം ധരിച്ചില്ല. ഉടനെ തന്നെ എലീശ ഞാൻ പ്രവാചകനാകുന്നു എന്നുള്ള ടൈറ്റിലുകൾ വെച്ചില്ല. ഒരുപാട് വർഷങ്ങൾ എലീശയുടെ പേരെന്തായിരുന്നു എന്നറിയാമോ? ഏലിയാവിന്റെ കയ്യിൽ വെള്ളമൊഴിക്കുന്നവനായ എലീശ. ഒരു ദാസൻ എന്നെയും നിന്നെയും രക്ഷിക്കുവാനായിട്ട് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുവാൻ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നവനായ യേശുക്രിസ്തു ഒരു ദാസന്റെ സ്വരൂപമാണ് സ്വീകരിച്ചത്. ഓരോ ക്രിസ്ത്യാനികളും ദാസന്മാരാണ്.
ഓരോ ക്രിസ്തീയ സഹോദരിമാരും ദാസിമാരാണ്. ഒന്നാമത് ദൈവത്തിന് നമ്മൾ ദാസന്മാരാണ്. ദൈവത്തിൻ്റെ പേരിൽ മറ്റുള്ള വ്യക്തികൾക്കും നമ്മൾ ദാസന്മാരാണ്. മഹാപരിശുദ്ധനായ സ്നേഹവാനായ പിതാവേ, വളരെ വ്യക്തമായി ലളിതമായിട്ട് ഞങ്ങളോട് സംസാരിച്ചതോർത്ത് നന്ദി കരയറ്റുകയാണ്. യോനാ പ്രവാചകനായിരുന്നു. അതിനു മുമ്പ് താൻ ഒരു ദാസൻ ആയിരുന്നു, ശുശ്രൂഷക്കാരനായിരുന്നു. കർത്താവെ, ഞങ്ങൾ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ, നന്മ പ്രാപിക്കണമെങ്കിൽ ആദ്യം ദാസനെ പോലെ താഴ്മയുള്ള വ്യക്തികൾ ആയിരിക്കണം. അധ്വാനിക്കുന്ന ശീലം ഉണ്ടായിരിക്കണം. ചുറ്റുമുള്ള ആളുകളുടെ നന്മയ്ക്ക് വേണ്ടി, അവരുടെ അനുഗ്രഹത്തിനു വേണ്ടി ഞങ്ങൾ താഴ്മയോടെ ആയിരിക്കണം. അത് ജോലിയിലായിക്കൊള്ളട്ടെ, ശുശ്രൂഷയിലായിക്കൊള്ളട്ടെ, കുടുംബജീവിതത്തിലായിക്കൊള്ളട്ടെ, അങ്ങനെയുള്ള താഴ്മ ഞങ്ങൾക്ക് നൽകണമേ. തന്നെത്താൻ താഴ്ത്തുന്നവരെ ഉയർത്തുന്ന ദൈവം നീയാണ്. അങ്ങനെ താഴ്മ ധരിക്കുവാനുള്ളതായ കൃപ ഞങ്ങൾക്ക് ആവർക്കും നൽകണമേ. കർത്താവ്, നിന്റെ ഹിതം പ്രവർത്തിച്ചുകൊണ്ട്, നിന്നെ പ്രസാദിപ്പിച്ചുകൊണ്ട് ജീവിക്കാനുള്ള കൃപ നൽകണമെന്ന് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു.